കഷ്ടപ്പാണ്, വിചാരിച്ച പോലെ ഒന്നുമല്ലേ. ഇത്രയും കയറിയപ്പോൾ നല്ല പരിപാടി. ഞാൻ കയറേണ്ടത് എങ്ങോട്ടാണെന്ന് ഞാൻ കാണിച്ചു തരാം. മുകളിലാണ് കയറേണ്ടത്. ഡിണ്ടിഗലിന് സമീപമുള്ള തമിഴ്നാട്ടിലെ ഏറ്റവും വ്യത്യസ്തമായ ട്രെക്കിംഗ് ഡെസ്റ്റിനേഷനുകളിലൊന്നാണ് കൊണ്ടരങ്ങി ഹിൽസ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3825 അടി ഉയരത്തിൽ ഒറ്റയ്ക്കായി ഉയർന്നു നിൽക്കുന്ന ഈ മല ദൂരത്തു നിന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗിയും ശക്തിയും മനസ്സിലാകും. ഒട്ടൻചത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ മലയുടെ മുകളിലുള്ള പുരാതനമായ മല്ലികാർജുന സ്വാമി ക്ഷേത്രമാണ് കൊണ്ടരങ്ങി ഹിൽസിനെ കൂടുതൽ പ്രശസ്തമാക്കുന്നത്. കൊണ്ടരങ്ങി ഹിൽസിന്റെ ചരിത്രം ആത്മീയ വിശ്വാസങ്ങളുമായി ചേർന്നതാണ്. പഴയ കാലങ്ങളിൽ സിദ്ധന്മാരും മുനിമാരും ഇവിടെ ധ്യാനം ചെയ്തിരുന്നുവെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. ഇവിടെയുള്ളവർ ഈ മല തന്നെ ദൈവമായി ആരാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മല കയറുമ്പോൾ പാദരക്ഷകൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. ദൈവത്തോടുള്ള ആദരസൂചകമായി എല്ലാവരും കാൽനഗ്നരായി തന്നെ ട്രെക്ക് ചെയ്യണം. ചൂടേറിയ കല്ലുകളും കുത്തനെയുള്ള പാതകളും കാൽനഗ്നരായി കയറുന്നത് വളരെ ബുദ്ധിമുട്ടായാലും അതാണ് ഈ യാത്രയെ കൂടുതൽ ആത്മീയമായ അനുഭവമാക്കുന്നത്. മുകളിലേക്ക് പോകുന്ന ട്രെക്ക് വളരെ സാഹസികമാണ്. കുത്തനെയുള്ള പാതകൾ, പാറക്കല്ലുകൾ, ഇരുമ്പ് കൈപ്പിടികൾ, ഓരോ ചുവടും നിങ്ങളുടെ ശരീരശക്തിയെയും മനോബലത്തെയും പരീക്ഷിക്കും. എന്നാൽ ഉയരത്തിലേക്ക് കയറുന്ന ഓരോ നിമിഷവും മലകളുടെ അത്ഭുതകരമായ കാഴ്ചകൾ കണ്ണുകൾക്ക് മുന്നിൽ തുറന്നുവരും. തണുത്ത കാറ്റ്, പച്ച നിറഞ്ഞ താഴ്വരകൾ, മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന മലനിരകൾ എല്ലാം കൂടി ഒരു സിനിമാറ്റിക് അനുഭവം പോലെ തോന്നും. മഴ തീർന്നു. കൊണ്ടാലും വഴിമാറിപ്പോയില്ല. ഇത് തന്നെ വഴി. പുറത്ത് കൊണ്ടാലും തിരിച്ചിറങ്ങിയിട്ട് പിന്നെയും കയറണം. കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറുന്ന പാതകളാണ് നമ്മൾ പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാറ്റൊക്കെ അടിക്കുന്നത് കുഴപ്പമില്ല. താഴെ വെച്ച് ഭയങ്കര ക്ഷീണമാണ്. ഞാൻ കയറേണ്ടത് എങ്ങോട്ടാണെന്ന് ഞാൻ കാണിച്ചു തരാം. മുകളിലാണ് കയറേണ്ടത്.
മലയുടെ മുകളിലെത്തിയ ശേഷം ലഭിക്കുന്ന അനുഭവം വാക്കുകളിൽ വിവരിക്കാൻ കഴിയാത്തതാണ്. ചുറ്റും മലകളും കാറ്റും നിശബ്ദതയും മാത്രം നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ മനസ്സിന് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും അതുല്യമാണ്. കൊണ്ടരങ്ങി ഹിൽസ് ഒരു ട്രെക്കിംഗ് സ്പോട്ട് മാത്രമല്ല, അത് സാഹസികതയും വിശ്വാസവും പ്രകൃതിയുമായുള്ള ആത്മബന്ധവും ഒരുമിച്ചുള്ള ഒരു മനോഹര യാത്രയാണ്.